ഹലോ കൂട്ടുകാരെ, ഇന്ന് ഹർത്താലായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വീട്ടിൽ ഇച്ചിരി കപ്പപ്പണി നടത്തുവാണ്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് എല്ലാവരും ഇരുന്ന ദിവസം അതങ്ങ് പറിച്ച് ഉള്ളതങ്ങ് വാട്ടാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ പണി തുടങ്ങി. ഇതെല്ലാം തൊണ്ടുപൊളി കഴിഞ്ഞ ശേഷം അരിച്ചിൽ നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് നമ്മളിത് അരിയാൻ വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും നമുക്കറിയത്തില്ല. എന്നാലും നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ കൈവിരൽ ഇറച്ചിക്കറി ആക്കാത്ത വിധത്തിൽ തന്നെ നമ്മൾ അതങ്ങോട്ട് അരിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, നല്ല വണ്ടിച്ചക്രം പോലെ അരിഞ്ഞിടുന്നത് കണ്ടോ? ആ അരിയുന്ന കത്തിയുടെ മൂർച്ച എന്ന് പറഞ്ഞാൽ തൊട്ടാൽ മതി കേട്ടോ, വിരൽ താഴെയാ. ചുമ്മാ എടുത്തൊന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ വിരലാ കൂടെ പോകും. ഇത് കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ട്, അതുകൊണ്ടങ്ങ് ചെയ്തതാണ്. തൊട്ടപ്പുറം ഇരുന്ന് അരിയുന്നത് എൻ്റെ ചാച്ചനാട്ടോ. പുള്ളി ഈ കാര്യത്തിൽ എക്സ്പേർട്ടാ. പുള്ളിയും വർഷങ്ങളായിട്ട് ഈ കപ്പേരിയിലും കപ്പപ്പണിയും, പുള്ളിക്ക് കൃഷിയാണേ. അപ്പോൾ അതുകൊണ്ട് പുള്ളി കൃഷിക്കാരനാണ് ചെറുപ്പം തൊട്ടേ. അപ്പോൾ പുള്ളിയുടെ കൂടെ ഇന്ന് നമ്മൾ സഹകരിച്ചങ്ങ് ചെയ്യാമെന്ന് വെച്ചു. ഇന്നിപ്പം നമുക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഈ കപ്പപ്പണിയിൽ ഞാനും അങ്ങോട്ട് ഏർപ്പെട്ടു. രസമുള്ള പണിയാണ്. കുറച്ച് കഴിയുമ്പോൾ നടുവിനൊരു പത്തൽ വെച്ച് കെട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് മഴക്കാലത്ത് തിന്നണമെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് അരിയിടാമെന്ന് അപ്പം പറഞ്ഞു. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ പണി അങ്ങ് ഏറ്റെടുത്ത് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അങ്ങ് ചെയ്യുവാണ്. എല്ലാവരും ഈ സമയങ്ങളിലൊക്കെ കപ്പപ്പണി ആയിരിക്കും. കാരണം എല്ലാവർക്കും ഉണ്ട്. ഇടുക്കിക്കാർക്ക് പ്രത്യേകിച്ച് കപ്പ മെയിനായിട്ടുള്ള ഒരു ആഹാരമാണ്. അതുകൊണ്ട് അവർ ഈ സമയത്ത് എല്ലാവരും കപ്പ വാട്ടി പാറയിലിടും. പണ്ടത്തെ കാലത്തെ പോലെ പാറയിലിടും. കപ്പ വാട്ടുന്ന അന്ന് ഒരു ആഘോഷമാണ്. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഇപ്പോഴത്തെ ആളുകളൊക്കെ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് മാറ്റം വന്നു. കപ്പപ്പണി എന്ന് പറയുമ്പോൾ ഇച്ചിരി അധ്വാനമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നും ഇപ്പോൾ ഈ പണിയൊന്നും ചെയ്യാൻ തയ്യാറാവില്ല. പിന്നെയും ഞങ്ങൾ ഈ ഇടുക്കിക്കാർ, നാട്ടിൻപുറത്തുകാരൊക്കെയാണ് ഈ കപ്പയൊക്കെ ഇടലും ഈ പണികളൊക്കെ നടത്തുന്നതൊക്കെ. ഇത് ഇച്ചിരി കഷ്ടപ്പെട്ട പണിയാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല ഇത്. ഇച്ചിരി അധ്വാനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒക്കെ നമ്മൾ പൈസ കൊടുത്താൽ നമ്മുടെ മുൻപന്തിയിലേക്ക് പെട്ടെന്ന് എത്തുന്ന സാധനങ്ങളാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത്. പക്ഷേ കുറച്ച് കപ്പ കഴിച്ചാൽ, കപ്പപ്പുഴുക്കും ഇച്ചിരി മീനോ അല്ലെ ഇച്ചിരി പോത്തുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതവിടെ കിടക്കും കേട്ടോ വയറ്റിൽ. രണ്ടപ്പമൊക്കെ തിന്നുന്ന പോലെയുള്ള കേസൊന്നും അല്ല ഇത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു സാധനവും പെട്ടെന്നൊന്നും കഴിക്കണ്ട, ഇവനങ്ങനെ അങ്ങ് കിടക്കും. അതറിയാവുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കപ്പയുള്ളത് എപ്പോഴും നമുക്ക് നല്ലതായി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇച്ചിരി കപ്പയൊക്കെ വേണം. ഇടുക്കിക്കാർ പൊതുവെ കപ്പ കഴിക്കും. എല്ലാ സ്ഥലങ്ങളിലും കപ്പ കഴിക്കാത്ത ആരും ഉണ്ടാവില്ല. കാരണം ഇച്ചിരി കപ്പയും മീനും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഈ പണിയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇതൊരു നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പഴയ കാലത്തെ പോലെ എല്ലാവരും ആൾക്കാരൊക്കെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ, ഈ കപ്പ വാട്ടൊരു സുഖമുള്ള ഒരു പരിപാടിയാണ്. കപ്പ വാട്ടാൻ തുടങ്ങുമ്പോഴത്തേനും ആ ചെണ്ടമുറിയൻ ആയിട്ട് ഇച്ചിരി കാന്താരിയും കൂടെ അരച്ച് നല്ല സെറ്റായിട്ട് അങ്ങ് എടുക്കും. 3-6 പേരൊക്കെ പണിക്കാർ, പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ 6-7 പേരൊക്കെ പണിയാനിരിക്കുവാണെങ്കിൽ ആദ്യമേ കപ്പ പൊളിച്ച് തീയിലേക്ക് വെക്കുന്നത് നമുക്ക് കഴിക്കാനുള്ളത്. കപ്പ വാട്ടിൻ്റെ പകുതി ആകുമ്പോഴത്തേനും നല്ല